എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വരുന്ന 2 പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും നമ്മൾ പാലൊക്കെ കൊടുക്കും. അപ്പം ഇപ്പം ഇതൊരു പെൺപൂച്ചയാണ്. ഇനി കുറച്ച് കഴിയുമ്പം ആൺപൂച്ചയും കൂടെ വരും കേട്ടോ. ഇവൾ പ്രസവിച്ചിട്ടുണ്ട്. അവളെ കൊച്ചുങ്ങളെ കൊണ്ട് എവിടെയോ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി ഇന്ന് പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ താമരപ്പൂവ് നിൽക്കുമ്പോൾ, അതായത് കാണുമ്പോഴെല്ലാം ഞാൻ അതിനെ ഒന്ന് തൊട്ട് തലോടാറുണ്ട്. അതിനകത്ത് കണ്ടോ, അതിൻ്റെ ചെറിയ ചെറിയ വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഇത് മുളപ്പിച്ചാൽ കിളിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരിക്കുട്ടന് കാറിലൊക്കെ പോകുന്നതിനെക്കാട്ടി ഇഷ്ടം സ്കൂട്ടറിൽ പോകാനാട്ടോ. അവന് ഈ സ്കൂട്ടറൊക്കെ ഒന്ന് ഓടിച്ചാൽ എന്തെന്നുള്ളൊരു മോഹമൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് മീൻ്റെ മുട്ട, അല്ലെങ്കിൽ ഞങ്ങളിവിടെ പരിഞ്ഞില്ലെന്നാണ് പറയുന്നത് കേട്ടോ. പണ്ട് കാലത്ത് ചാളയും അയലയും മത്തിയൊക്കെ കൊണ്ടുവരുമ്പം അമ്മ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ പ്ലാവലയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ അടുപ്പിലെ കനലിൽ വെച്ചിട്ട് ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചുട്ട് തരുമായിരുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്തോ അങ്ങനെയൊന്ന് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഇവിടെ കനലടുപ്പ് ഇല്ലാത്തത് കാരണം ഗ്യാസിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പ്ലാവിലെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ മീൻ്റെ മുട്ട ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് അമ്മ ആ പ്ലാവിലയിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ചപ്പോൾ എന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് തീ കൂടിപ്പോയി. അപ്പോൾ കുറച്ച് തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ പരുവത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അമ്മ അതവിടെ അതൊക്കെ ഇങ്ങനെ വേവുന്നത് പരുവാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം വേണം ഇനി കുറച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റംബൂട്ടാനൊക്കെ ഒന്ന് പാകമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം. അങ്ങനെ ഞാനും അമ്മയും അവിടെ അടുക്കളയിലെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കുള്ള സമയങ്ങളിലായാലും ഇതേപോലെ ഈ അടുക്കള വശത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അവിടെ താമരപ്പൂ ആ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ആ പൂ ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിരിക്കുട്ടൻ കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ ചെടിയുണ്ടല്ലോ, ശംഖുപുഷ്പം, അതെടുത്തിട്ട് നാരങ്ങ വെള്ളം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് പൊതുവെ ഇപ്പോൾ ആരും അങ്ങനെ കഴിക്കാറില്ലെന്ന് തോന്നുന്നു. പണ്ടൊരു പ്രാവശ്യം ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് അതിരിക്കുട്ടൻ്റെ നിർബന്ധം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അവൻ തന്നെ കുറച്ച് പൂ പറിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിരിക്കുട്ടൻ കൊണ്ടുവന്ന ശംഖുപുഷ്പം വെച്ചിട്ട് ഞാൻ അവന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഈ പൂ പറിച്ച് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കും കേട്ടോ. അപ്പം വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, ലയിച്ച് അല്ലെങ്കിൽ അലിഞ്ഞിങ്ങനെ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം അതിരിക്കുട്ടന് വേണ്ടുന്ന ഒരു 5-6 പൂവൊക്കെ പറിച്ച് അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം ഇനി അതിരിക്കുട്ടൻ്റെ ഡാൻസാണ് കേട്ടോ. കുച്ചിപ്പിടി എന്നൊക്കെ വേണം, കയ്യിൽ പാത്രം വെച്ചുകൊണ്ടുള്ള അതിരിക്കുട്ടൻ്റെ ഡാൻസൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അവൻ അതിന് ശേഷം അതിഞ്ഞ് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ചൂടാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പൂച്ച വന്ന് അവിടെ കിടപ്പുണ്ട്. ആദ്യത്തെ പൂച്ച വന്നിട്ട് അവൾ പാലൊക്കെ കുടിച്ചിട്ട് പോയി. അപ്പം ചൂടുവെള്ളം ഇങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പിന്നെ അതിന് ശേഷം ഐശ്വര്യ പൂ കഴുകാനായിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കഴുകിക്കൊണ്ട് വന്ന ആ പൂക്കൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളത്തിലേക്കും അതിൻ്റെ ഒരു കളർ ഇങ്ങനെ ഇറങ്ങുന്നതാണ് നല്ല രസമാണ്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് പണ്ട് നമ്മൾ ഉജാലയിൽ നീലം മുക്കത്തില്ലേ, നീലം, ആ ഒരു കളർ ഇങ്ങനെ ആവും. നല്ല രസമാണ് ആ കളർ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ചിലർ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാറുമുണ്ട് കേട്ടോ. എന്നിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കാക്കകൾ വന്നു, അവർക്ക് കുറച്ച് ചോറും ഒക്കെ കൊടുത്തു. അപ്പോൾ കളർ ഇങ്ങനെ ആയിട്ടുണ്ട് ഗ്ലാസ്സിൽ. എന്ത് രസമല്ലേ. അതിനുശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. മധുരം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോഴേക്കും അമ്മ കുറച്ച് പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നു. ബാക്കി ചെയ്യുന്ന വെള്ളത്തിലേക്ക് പഞ്ചസാര അലിയിപ്പിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ പരിഞ്ഞിൽ ശരിയായി. അപ്പം പ്ലാവിലയിൽ വന്ന് വെന്തിട്ട് അതിങ്ങനെ തട്ടി നോക്കിയപ്പോൾ തട്ടുന്നില്ല. പിന്നെ അമ്മ അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് എൻ്റെ ഒരു കൊതി കൊണ്ടിട്ടാണ് അതിങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം അത് ട്രൈ ചെയ്താൽ മതി കേട്ടോ. എനിക്കുള്ള കൊതി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ പരിഞ്ഞിലും അതേപോലെ നാരങ്ങ വെള്ളവും ഒക്കെ കഴിച്ചു. എന്താ വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു അത് കഴിച്ചപ്പോൾ. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, പണ്ട് അല്ലേ നമ്മുടെ നാടൻ ആ ഒരു എന്താ പറയുന്നത് ഒരു സാധനം തന്നെയാണ് അത് കഴിക്കുന്നത്. പ്ലാവിലയിൽ ഇങ്ങനെ കനലിൽ ചുട്ടെടുത്ത ആ ഒരു പരിഞ്ഞിൽ. പണ്ടുള്ളവർ അതേപോലെ തന്നെ ചാളയൊക്കെ ഈ കനലിൽ ചുട്ടൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ റംബൂട്ടാൻ നിർത്തിയെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒരു മരത്തിലും താഴെ വേറൊരു മരത്തിലും ഉണ്ട് കേട്ടോ.
അപ്പം വൈകുന്നേരം അതിനകത്തെല്ലാം പച്ചുറുമ്പുണ്ട്. വൈകുന്നേരം മഴക്കോളൊക്കെ വന്നു, പിന്നെ കുറച്ച് ഇറുത്തെടുത്തപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒരു മുറം റംബൂട്ടാൻ എന്തായാലും അതിൽ നിന്ന് ഇറുത്തെടുത്ത് കേട്ടോ. അപ്പം എനിക്കിതൊക്കെ കാണാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഐശ്വര്യമാണ് അതെല്ലാം തോട്ടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി ഓടിച്ചിഞ്ഞെടുക്കും. അപ്പോൾ ഓടിച്ചെന്ന് തറയെ വീഴുന്നതെല്ലാം പറക്കാനായിട്ട് നമ്മുടെ അതിരിക്കുട്ടനുണ്ട്. അതിരിക്കുട്ടന് ഉത്സവമായിരുന്നു. അവിടെ വെച്ചിട്ടായാലും ഒമാനി വെച്ചിട്ടായാലും റംബൂട്ടാനും മാങ്കൂസ്റ്റിനും അവന് ഭയങ്കര ഇഷ്ടമാണ്. റംബൂട്ടാൻ അവിടെ ഒരു 5 or 6 മാക്സിമം ഒരു 10 എണ്ണം, അതിൽ കൂടുതൽ കാണില്ല. അതൊരു പാക്കറ്റിൽ ഇങ്ങനെ വെച്ചേക്കുമ്പം 2 റിയാൽ, ചിലപ്പോൾ സീസൺ സമയത്ത് പഴയതൊക്കെ അവർ വെച്ചേക്കുമ്പോൾ 1 റിയാൽ മാക്സിമം, അല്ലെങ്കിൽ 990 പൈസ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, നല്ല വിലയാണ്. അപ്പോൾ ആ റംബൂട്ടാൻ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമ്മുടെ അതിരിക്കുട്ടൻ ഇങ്ങനെ പറക്കിയെടുക്കുന്ന കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നും നട്ട് പാകമായി വരുമ്പോൾ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അതിങ്ങനെ പറക്കിയെടുത്ത് അവർ സന്തോഷത്തോടെ കൊണ്ടുപോയി കഴിക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതല്ലേ അനുഭവിച്ചവർക്കറിയാം. പിന്നെ അതേ നമ്മുടെ താഴെ പറമ്പിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കായ്ച്ചു കേട്ടോ. 3-ാം വർഷമായി. അപ്പോൾ അതിനകത്തുനിന്നും കുറേ കിട്ടി. ഇനിയും കുറേ പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 2 നല്ല ടേസ്റ്റുള്ള നല്ല വരിക്ക റംബൂട്ടാനാണ്. അതിനുശേഷം ഊഞ്ഞാലിൽ വന്നിട്ട് ഞാനും അമ്മയും കൂടെ 1 മുറം റംബൂട്ടാനുമായിട്ട് ഇരുന്നിട്ട്, പിന്നെ ഈ പച്ചയായിട്ട് നിങ്ങൾ കണ്ടാലും അതെല്ലാം നല്ല ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും അത് പഴുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ണാറക്കണ്ണനെല്ലാം കൊണ്ടുപോകും കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ വായി വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് എനിക്കാണെങ്കിൽ ആദ്യമേ എടുത്തേ ഇങ്ങനെ കൈവച്ച് പൊട്ടിക്കാൻ നേരത്ത് ബലം കിട്ടിയില്ല. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വാവച്ചിട്ട്. സത്യം പറഞ്ഞാൽ വാവച്ച് അത് നമ്മൾ കഴുകി എടുത്തിട്ടേ വായിൽ വെച്ച് പൊട്ടിക്കാവും കേട്ടോ. അപ്പോൾ വാവച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ കപ്പയും കാന്താരിയും വെച്ച് ഉണ്ടാക്കിയ നല്ല പുളിയും മുളകും കട്ടൻ ചായ, കപ്പ കാന്താരി ചമ്മന്തി കട്ടൻ ചായ, അത് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. മഴയില്ല, പക്ഷേ സിറ്റ് ഔട്ടിലിരുന്ന് നല്ല പുഴുങ്ങിയ കപ്പയും അമ്മയുടെയും ആ കാന്താരി ചമ്മന്തി കുറച്ച് എരിവേ ഇട്ടുള്ളൂ കേട്ടോ. എനിക്ക് എരിവ് കഴിക്കാൻ പാടില്ല. അപ്പം കട്ടൻ ചായ നമ്മളെ സഹായിക്കുന്ന ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന്, പക്ഷെ മഴ പിന്നെ പെയ്തായിരുന്നു കേട്ടോ. ഇങ്ങനെ ആസ്വദിച്ച് അത് കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.